പ്ലസ് ടു മാത്തമാറ്റിക്സ് എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടാൻജൻസ് ആൻഡ് നോർമൽസ് എന്ന് പറയുന്ന സെക്ഷനാണ്. വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റായിട്ട് നമ്മൾ 1-2 ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യും. അത്തരം മോഡൽ ചോദ്യങ്ങളാണ് 6 മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ളത് 3 മാർക്കിൻ്റെ വിഭാഗത്തിലും അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ വിഭാഗത്തിലുമായിട്ടായിരിക്കും. അത്തരം ക്വസ്റ്റ്യൻസുകൾ കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് 2 ഫോർമുലയാണ്. ആ 2 ഫോർമുലയും ബോർഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. The equation of tangent at x0 y0 to the curve y equal to f of x is given by y minus y0 equal to f dash x0 into x minus x0. ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷനോ അല്ലെങ്കിൽ നോർമൽ ലൈനിൻ്റെ ഇക്വേഷനോ കണ്ടുപിടിക്കാൻ പറയും. ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല y മൈനസ് y0 ഈക്വൽ ടു എഫ് ഡാഷ് x0 ഇൻറ്റു എക്സ് മൈനസ് x0. നോർമൽ ലൈനിൻ്റെ ഇക്വേഷനാണ് പറയുന്നതെങ്കിൽ y മൈനസ് y0 ഈക്വൽ ടു -1 ബൈ എഫ് ഡാഷ് x0 ഇൻറ്റു എക്സ് മൈനസ് x0. ഈ 2 ഫോർമുല ഓർമ്മയിൽ വെക്കുക. ഒപ്പം 2 കാര്യങ്ങൾ കൂടി അതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് പഠിക്കുക. എഫ് ഡാഷ് x0 എന്ന് പറയുന്നത് ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്. അതുപോലെ -1 ബൈ എഫ് ഡാഷ് x0 എന്ന് പറയുന്നത് നോർമൽ ലൈനിൻ്റെ സ്ലോപ്പാണ്. നമുക്ക് എപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് എന്ത് പറയുക, ടാൻജന്റ് ലൈൻ എന്ന് പറയുന്ന ആശയം പറയുക. കാരണം ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഒരേ ഒരു പോയിന്റിലൂടെ മാത്രമേ ടച്ച് ചെയ്ത് പോവുകയുള്ളൂ. ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് എഫ് ഡാഷ് x0 എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ ആ പർട്ടിക്കുലർ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുമ്പോൾ -1 ബൈ എഫ് ഡാഷ് x0 എന്ന് പറഞ്ഞ കാര്യം എടുത്താൽ മതി. എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ പ്രോബ്ലങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ആദ്യത്തെ ചോദ്യത്തിൽ പറയുന്നത് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് y ഈക്വൽ ടു x² മൈനസ് 2x പ്ലസ് 1 അറ്റ് 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ കർവിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ അവിടെ കർവ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ dy/dx എന്ന് പറഞ്ഞ ആശയം ആദ്യം കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കർവ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് തരും. ഇതിൽ ആദ്യം കാണുന്ന കാര്യമാണ് x0, രണ്ടാമത് കാണുന്ന കാര്യമാണ് y0. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. y എന്ന് പറയുന്ന കാര്യം x² മൈനസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. തൊട്ട് താഴെ dy/dx എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. x² എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ നമ്മൾക്കറിയാം 2x ആണ്. -2x എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം നോക്കിയാൽ മതി -2. 1 കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ ഡെറിവേഷൻ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ dy/dx എന്ന് പറയുന്നത് 2x - 2 ആണ്. നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെയ്യാവൂ. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, dy/dx അറ്റ് 1 dy/dx എന്ന് പറഞ്ഞ കാര്യം നോക്കുക. അതിൽ x എന്ന് പറയുന്നതിന് 1 അപ്ലൈ ചെയ്യുക, y എന്ന് പറയുന്നതിന് 1 അപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് x മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ x-ന് 1 അപ്ലൈ ആണ്. 2 × 1 - 2 which is equal to 2 - 2 which is equal to 0. അപ്പോൾ ഈ ഒരു കർവിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്നത് 1 എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ് 0 ആണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് ടാൻജന്റ് ലൈനിൻ്റെയും നോർമൽ ലൈനിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കണം. കർവ് എന്ന് പറയുന്നത് y ഈക്വൽ ടു x³ ആണ്. 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ടാൻജന്റ് ലൈനിൻ്റെയും നോർമൽ ലൈനിൻ്റെയും ഇക്വേഷൻ നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം y എന്ന് പറയുന്ന കാര്യം x³ എന്ന് പറഞ്ഞ ഗിവൺ കണ്ടീഷനാണ്, അത് എഴുതി വെച്ചു. തൊട്ട് താഴെ dy/dx എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. dy/dx x³ ഡെറിവേഷൻ 3x². ഏതാണ് ഫോർമുല വരുന്നത്, x⁻n ആണെങ്കിൽ n × x⁻n - 1. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് x³ ഡെറിവേഷൻ 3x² എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനി dy/dx എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം നമുക്ക് ആവശ്യം മതി. അത് 1 എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, x-ന് 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുക. x-ന് 1 കൊടുക്കാൻ കാരണം ഇവിടെ ആദ്യത്തെ നമ്പർ 1 ആണ്, അതുകൊണ്ടാണ് കൊടുത്തത്. ഓക്കെ, 3 × 1² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ഈ കിട്ടിയിരിക്കുന്നതാണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്ന കാര്യം. അതായത് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറയുന്ന ഫോർമുലയിൽ എഫ് ഡാഷ് x0 എന്ന് പറയുന്നതാണ് 3 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരിട്ടിട്ട് ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം.
ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഈസ്, ആദ്യം ഫോർമുല എന്ന് എഴുതാണ്, y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. വൈ മൈനസ് തന്ന പോയിന്റിൽ ആദ്യം കാണുന്നത് എക്സ് നോട്ടും രണ്ടാമത് കാണുന്നത് വൈ നോട്ടുമാണ്. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നതിന് സ്ഥാനത്ത് 1ഉം വൈ നോട്ടിന് സ്ഥാനത്ത് 1ഉം കൊടുക്കാം. വൈ മൈനസ് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് നോട്ടാണ് 3 കിട്ടിയിരിക്കുന്നത് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 1. അതായത് വൈ മൈനസ് 1 ഈക്വൽ ടു 3x മൈനസ് 3. റൈറ്റ് സൈഡിലുള്ള എല്ലാ ടൈമിനെയും നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. വൈ മൈനസ് 1 മൈനസ് 3x പ്ലസ് 3 ഈക്വൽ ടു 0. ആദ്യം എക്സിൻ്റെ ടേം എഴുതുക, അടുത്ത് വൈൻ്റെ ടേം എഴുതുക, അടുത്ത് കോൺസ്റ്റന്റ് എഴുതുക, ഈക്വൽ ടു 0. ആ രീതിയിൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ മൈനസ് 3x പ്ലസ് വൈ, ഇവിടെ -1 ഉണ്ട്, ഇവിടെ +3 ഉണ്ട്, അപ്പോൾ +2 ഈക്വൽ ടു 0. അടുത്തത് ചെയ്യാനുള്ളത് ഇക്വേഷൻ ഓഫ് നോർമൽ. ഇക്വേഷൻ ഓഫ് നോർമൽ ഈസ് y മൈനസ് വൈ നോട്ട് ഈക്വൽ ടു -1 ബൈ എഫ് ഡാഷ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഫോർമുലയാണ് ഇപ്പോൾ നമ്മൾ എഴുതിയത്. y മൈനസ് വൈ നോട്ട് എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽ ടു -1 ബൈ എഫ് ഡാഷ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 3 ആണ്, എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. 3 ഡിവിഷൻ ആണ്, നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. 3 ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് വരുന്നു, -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +1 വരുന്നു. ഇവിടെ 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y മൈനസ് 3 ഈക്വൽ ടു -x പ്ലസ് 1. മുമ്പ് ചെയ്ത പോലെ രണ്ട് ടേമിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. 3y മൈനസ് 3 പ്ലസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ആദ്യം എക്സിൻ്റെ ടേം, അതായത് എക്സ് എഴുതി. അടുത്തത് വൈൻ്റെ ടേം പ്ലസ് 3y. ഇവിടെ -3 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, അപ്പോൾ -4 ഈക്വൽ ടു 0. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് നോർമൽ ലൈൻ എന്ന് പറയുന്നതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. കർവ് തന്നിരിക്കുന്നത് y ഈക്വൽ ടു സൈൻ തീറ്റ. തീറ്റ π/4 ആകുമ്പോഴുള്ള സ്ലോപ്പ് ഓഫ് നോർമൽ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ y എന്ന് പറയുന്ന കാര്യം എഴുതുകയാണ്. y ഈക്വൽ ടു സൈൻ തീറ്റ. തൊട്ട് താഴെ dy ബൈ ഡി തീറ്റ ചെയ്യുക. ഏത് വേരിയബിൾ ആണോ അത് കിടക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. dy ബൈ ഡി തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റയുടെ ഡെറിവേഷൻ എന്ത് വരുന്നു, കോസ് തീറ്റ എന്ന് പറഞ്ഞ കാര്യം വരുന്നു. dy ബൈ ഡി തീറ്റ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അത് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്, തീറ്റ ഈക്വൽ ടു π/4ലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു dy ബൈ ഡി തീറ്റ കോസ് തീറ്റയാണ്. തീറ്റയ്ക്ക് π/4 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ കോസ് π/4. കോസ് π/4 എന്ന് പറയുന്നത് 1/√2. ഇപ്പൊ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. നമുക്ക് വേണ്ടത് സ്ലോപ്പ് ഓഫ് നോർമൽ ആണ്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കൂ. സ്ലോപ്പ് ഓഫ് നോർമൽ ഈക്വൽ ടു, ഇവിടെ എന്താണോ ആൻസർ കിട്ടിയിരിക്കുന്നത് അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആലോചിക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2/1. നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -√2/1. അതായത് എത്ര വരും, -√2. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. x⁻2/3 പ്ലസ് y⁻2/3 ഈക്വൽ ടു 2 എന്ന് പറയുന്നതാണ് കർവ് തന്നിരിക്കുന്നത്. ആ കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് 1, 1 എന്ന് പറയുന്ന പോയിന്റ് ടച്ച് ചെയ്യുമ്പോഴുള്ള ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇവിടെ x0 എന്ന് പറയുന്നത് 1 ആണ്, y0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. നമ്മൾക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് കിട്ടണം. അതാണ് ഈ f'(x0) എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതൊന്ന് കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി തന്ന കർവ് x⁻2/3 പ്ലസ് y⁻2/3 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞെടുത്തു. ഓരോ ടൈമിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഡെറിവേഷൻ ചെയ്യുക. ഡെറിവേഷൻ ചെയ്യുമ്പോൾ x⁻2/3 എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2/3 x⁻2/3 - 1 പ്ലസ് y⁻2/3ന്റെ ഡെറിവേഷൻ 2/3 ഇൻറ്റു y⁻2/3 - 1 ഇൻറ്റു yന്റെ ഡെറിവേഷൻ dy/dx ഈക്വൽ ടു 2ന്റെ ഡെറിവേഷൻ 0. 2/3 ഇൻറ്റു x⁻2 2/3 - 1 എന്ന് പറയുന്നത് ബൈ 1 കൊടുത്ത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 മൈനസ് 3 ഇൻറ്റു 1 3 ബൈ 3 ഇൻറ്റു 1 3, അതായത് -1/3. അപ്പോൾ എക്സിന്റെ പവറിൽ നമുക്ക് -1/3 കൊടുക്കാം. അതുപോലെ തന്നെ y എന്ന് പറയുന്നതിന്റെ പവറിലും -1/3 dy/dx ഈക്വൽ ടു 0. 2/3 y⁻2 -1/3 dy/dx ഈക്വൽ ടു, ഈ ടേം പോസിറ്റീവ് ആണ്, അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, -2/3 x⁻2 -1/3.
ഇവിടെ നിന്നും dy/dx എന്ന് പറയുന്ന ആശയം എഴുതിയാൽ -2/3 x⁻⁻⁻⁻⁻³ ഡിവൈഡഡ് ബൈ 2/3 y⁻⁻⁻⁻⁻3. 2/3യും 2/3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. എക്സിന്റെ പവറിൽ കിടക്കുന്ന നമ്പറിൽ നെഗറ്റീവ് കാണാം. ഈ നെഗറ്റീവ് ഒഴിവാക്കണമെങ്കിൽ ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, താഴേക്ക് കൊണ്ടുവന്നാൽ മതി. അതുപോലെ ഇതിന്റെ നെഗറ്റീവ് കളയണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി, മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. അതായത് അടുത്ത സ്റ്റെപ്പിൽ -y⁻⁻⁻³ ബൈ x⁻⁻³ എന്ന് പറഞ്ഞെഴുതാം. അപ്പോൾ രണ്ടും മുകളിലേക്ക് താഴേക്കുമായിട്ട് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെയൊക്കെ നെഗറ്റീവ് ആണ്, പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്തായി, അത് പോസിറ്റീവായിട്ട് കാണാം. പോസിറ്റീവായി കാണുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇവിടെ എക്സിന്റെ മുകളിലാണ് -1/3, ഇവിടെ എക്സിന്റെ മുകളിൽ 1/3 മാത്രമാണ്. പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇത് മുകളിലാണ്, മറ്റേത് എവിടെയാണ്, താഴെയാണ് വരുന്നത്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഫോർമുല a⁻n എന്ന് പറഞ്ഞാൽ 1/a⁻n ഈക്വൽ ആണ്. അതാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, നമുക്ക് dy/dx എന്ന് പറയുന്ന കാര്യം 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ആവശ്യമുള്ളത്. അപ്പോൾ എക്സിന് 1 അപ്ലൈ ചെയ്യുക, വൈക്കും 1 അപ്ലൈ ചെയ്യുക. -1/1/3/1/1/3. 1ന് എന്ത് പവർ കൊടുത്തിട്ടും കാര്യമില്ല, 1 തന്നെയാണ് വരികയുള്ളൂ. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ അവിടെ എന്താ വരിക, -1 ആണ് വരിക. ഈ -1 ആണ് f'(x0) എന്ന് പറയുന്ന ആശയമായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക, അതിലേക്ക് എഡിറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ ഈസ് y-y0 = f'(x0) into x - x0. y-y0 എന്ന് പറയുന്നത് 1 ആണ്, f'(x0) എന്ന് പറയുന്നത് -1 ആണ്, x - x0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് y-1 = -x + 1. y-1 + x - 1 = 0. ആദ്യം എക്സിന്റെ ടേം എഴുതി, അടുത്തത് വൈന്റെ ടേം എഴുതി. -1 - 1 എന്ന് പറഞ്ഞാൽ -2 വരുന്നു, =0. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. കർവ് എന്ന് പറയുന്നത് y = 3x² ആണ്. പോയിന്റ് എന്ന് പറയുന്നത് 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. dy/dx എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യം കണ്ടെത്തുന്നു. 3 എന്ന് പറയുന്ന കാര്യം അങ്ങനെ തന്നെ നമ്മൾ എടുക്കുന്നു, കാരണം അത് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന കോൺസ്റ്റന്റ് ആണ്, അതിനെ മാറ്റി എഴുതുന്നു. x² എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2x ആണ്. അപ്പോൾ dy/dx എന്ന് പറയുന്നത് എത്രയായിരിക്കും, 6x ആയിരിക്കും. നമുക്ക് dy/dx എന്ന് പറയുന്നത് 1, 2 എന്ന് പറഞ്ഞ പോയിന്റിലാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, എക്സിന്റെ പ്ലേസിൽ 1 അപ്ലൈ ചെയ്യണം. 6 × 1 = 6. ഇതാണ് f'(x0) എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഈസ് y-y0 = f'(x0) into x - x0. y- ഇവിടെ y0 എന്ന് പറയുന്നത് 2 ആണ്. 2 = f'(x0) എന്ന് പറയുന്നത് 6 ആണ്, ഇൻറ്റു x - x0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് y-2 = 6x - 6. y-2 - 6x + 6 = 0. ആദ്യം ഞാൻ എക്സിന്റെ ടേം എഴുതി, -6x പ്ലസ് y. ഇവിടെ -2 ഉണ്ട്, ഇവിടെ +6 ഉണ്ട്, അപ്പോൾ +4 = 0. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് 6 മാർക്ക് വെയിറ്റേജിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ ഒരു ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷന് ചോദിച്ചു കഴിഞ്ഞതുമാണ്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം അതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. Find the equation of the tangent line to the curve y = x² - 2x + 7, which is parallel to the line 2x - y + 9 = 0, perpendicular to the line 5y - 15x = 13. അതായത് y = x² - 2x + 7 എന്ന് പറയുന്ന ഒരു കർവ്. ആ കർവിന് ടാൻജന്റ് ലൈനുകൾ ഉണ്ട്. ആ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് 2x - y + 9 = 0 എന്ന് പറയുന്നതിന് പാരലൽ ആയിട്ടുള്ളതുണ്ട്. അങ്ങനെ നിൽക്കുന്ന ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് 5y - 15x = 13 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആകുന്ന രീതിയിൽ ടാൻജന്റ് ലൈൻ ഉണ്ട്. ആ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക.
ഈ രീതിയിലുള്ള കണ്ടീഷൻസുകൾ തന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് എല്ലായ്പ്പോഴും വെയിറ്റേജ് കൂടിയ ക്വസ്റ്റ്യൻസുകളായിട്ട് നമുക്ക് കയറി വരാൻ സാധ്യതയുള്ളത്. എന്തായാലും ഈ രണ്ട് സബ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ ആശയം നമ്മൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഞാൻ ആദ്യം y എന്ന് പറയുന്ന കാര്യം എഴുതി വെക്കുന്നു. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 7. തൊട്ട് താഴെ dy/dx എന്ന് പറയുന്ന കാര്യം കണ്ടെത്തുക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേഷൻ 2x ആണ്. -2x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ -2 ആണ് വരിക. 7ന്റെ ഡെറിവേഷൻ 0 ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ടാൻജന്റ് ലൈൻ ഉണ്ട്. ആ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിന് പാരലൽ ആകുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ്, അതായത് y = x² - 2x + 7 എന്ന് പറയുന്ന കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. അത് 2x - 2 ആണ്. ഈ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന് പാരലൽ ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത്. പാരലൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, രണ്ട് ലൈനുകൾ പാരലൽ ആണെന്നുണ്ടെങ്കിൽ അവയുടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാണ്, ആ ലൈനിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. സ്ലോപ്പ് ഓഫ് 2x - y + 9 = 0 ഈസ്. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല m = -a/b. ഈ ഫോർമുല നിലനിൽക്കുന്നത് ax + by + c = 0 എന്ന് പറഞ്ഞ് ലൈനിന്റെ ഇക്വേഷൻ നിലനിൽക്കുകയാണെങ്കിൽ, അതായത് ലൈനിന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് വരുന്നതെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് -a/b. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. b എന്ന് പറയുന്നത് yന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇതേ ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കാരണം ഇത് ax + by + c = 0 എന്ന് പറഞ്ഞ ഫോർമുല ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? -a എന്ന് പറയുന്നത് 2 / b എന്ന് പറയുന്നത് -1. അതായത് ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഈ ലൈനും ടാൻജന്റ് ലൈനും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കണം. അതായത് ഈ 2 എന്ന് പറയുന്ന അതേ കാര്യം തന്നെ ആയിരിക്കണം 2x - 2 എന്ന് പറയുന്നതും വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2x - 2 = 2 ആണെന്ന് പറയാം. 2x എന്ന് പറയുന്നത് 2 + 2 4 ആണെന്ന് പറയാം. x = 4/2 = 2. ഇപ്പൊ നിങ്ങൾക്ക് x കിട്ടിക്കഴിഞ്ഞു. ഇതാണ് x0 എന്ന് പറഞ്ഞ പോയിന്റ്. y0 കൂടി കിട്ടണം. y0 കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ y-ൽ കൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ y എന്ന് പറഞ്ഞ കാര്യം x-ന് 2 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2² - 2 × 2 + 7. അതായത് 4 - 4 + 7. 4 - 4 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 7 കിട്ടുന്നു. അപ്പോൾ 27 എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് ആണ് എന്തായിട്ട് വരുന്നത്? x0 y0 എന്ന് പറഞ്ഞ കാര്യമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എവിടെയാണ് ടച്ച് ചെയ്യുക എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞു. സ്ലോപ്പ് എന്ന് പറഞ്ഞ കാര്യം നമുക്കിപ്പം അറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാം? നേരെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ കാര്യം എഴുതുക. അതിലേക്ക് എഡിറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ ഈസ് y - y0 = f'(x0) × x - x0. y - y0 എന്ന് പറയുന്നത് 7 = f'(x0) എന്ന് പറയുന്നത് ലൈനിന്റെ സ്ലോപ്പ് നോക്കിയാൽ മതി. എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 2 ആണ്. ഇൻറ്റു x - x0 എന്ന് പറയുന്നത് 2. അതായത് y - 7 = 2x - 4. y - 7 - 2x + 4 = 0. ആദ്യം എക്സിന്റെ ടേം എഴുതി, അടുത്തത് വൈന്റെ ടേം എഴുതി. -7 + 4 എന്ന് പറഞ്ഞാൽ -3 = 0. ഇതാണ് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ, ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആവണം. അപ്പൊ നമ്മൾ ഈ ലൈനിന്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. സ്ലോപ്പ് ഓഫ് 5y - 15x = 13 ഈസ്. ഇതേ ഫോർമുല തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യാം. കാരണം ഇതിനെ ഒന്ന് ചെറുതായി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എക്സിന്റെ ടേം, പിന്നെ വൈന്റെ ടേം, പിന്നെ കോൺസ്റ്റന്റ് = 0 എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആക്കാം. അതായത് ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല m = -a/b ആണ്. ഇവിടെ a എന്ന് പറഞ്ഞ സ്ഥാനത്ത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് വരിക -15. ഫോർമുലയിലുള്ള മൈനസ് ആണ് ഞാൻ ആദ്യം എഴുതിയത്. പിന്നെ എന്റെ പൊസിഷൻ -15, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. / b എന്ന് പറഞ്ഞാൽ വൈന്റെ കോഎഫിഷ്യന്റ് 5. മൈനസും മൈനസും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? 3 എന്ന് പറഞ്ഞ കാര്യം കിട്ടുന്നു. ഇതിപ്പോൾ ശരിക്ക് ഈ ലൈനിന്റെ സ്ലോപ്പാണ്.
ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ടാൻജന്റ് ലൈനുമായിട്ടുള്ള ബന്ധം എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തെടുക്കണം? ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആലോചിക്കണം. അതായത് -1/3 ആയിരിക്കണം സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞ ആശയം നിലനിൽക്കേണ്ടത്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയത് മുകളിൽ കിടക്കുന്നുണ്ട്, അത് 2x - 2 ആണ്. അപ്പോൾ 2x - 2 നിർബന്ധമായും -1/3ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം? 2x - 2 എന്ന് പറയുന്നത് -1/3ക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് 2x = -1/3 + 2 which is equal to -1/3 plus 2/1. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × 1 -1 വരും, പ്ലസ് 2 × 3 എന്ന് പറഞ്ഞാൽ 6 വരും, ഡിവൈഡഡ് ബൈ 3 × 1 എന്ന് പറയുന്നത് 3 വരും. അതായത് 5/3. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2x ആണ്. അപ്പോൾ x എന്ന് പറയുന്ന കാര്യം 5/3. 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും, അപ്പോൾ താഴെയാണ് വരിക. അതായത് x എന്ന് പറയുന്നത് 5/6. ഇനി നമ്മൾ x എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു വാല്യൂ വൈയിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ y0 എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏതാണ്? x അഥവാ x0 എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്റ്റെപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. y is equal to 5/6 whole square minus 2 × 5/6 plus 7, which is equal to 25/36 minus 10/6 plus 7, which is equal to 25/36 minus 60/36. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, പ്ലസ് 7 × 36 ഡിവൈഡഡ് ബൈ 36. അതായത് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 36 ആക്കുക എന്ന് പറഞ്ഞ ആശയമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ എല്ലാം 36 ആയതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് 36 എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററെ നിലനിർത്തുകയാണ്. 25 - 60 പ്ലസ് 252, which is equal to 217 divided by 36. അപ്പോൾ y0 എന്ന് പറയുന്നത് 217/36 എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ x0 ആയി y0 ആയി. x0 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5/6. അപ്പോൾ x0 y0 എന്ന് പറയുന്നത് 5/6, 217/36. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്ന കാര്യം, ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1/3 എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടെത്തിയാൽ മതി. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ ഈസ് y - y0 equal to f dash x0 into x minus x0. y minus y0 എന്ന് പറയുന്നത് 217/36 equal to f dash x0 എന്ന് പറയുന്നത് -1/3 into x minus x0 എന്ന് പറയുന്നത് 5/6. ഡിവിഷനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ്. അതിനുവേണ്ടി രണ്ടോടത്തിലും ബൈ 1 കൊടുക്കുക, ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. 36y minus 217 divided by 36 equal to -1/3 into x into 6 എന്ന് പറഞ്ഞാൽ 6x minus 5 divided by 6. അത് നിങ്ങളിവിടെ നോക്കേണ്ടത്, ഇവിടെ 6 × 3 18 ഉണ്ട്, ഇവിടെ 36 ഉണ്ട്. ഈ 18 ശരിക്ക് മുകളിലേക്കാണ് വരിക, അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ട് തന്നെ ഇതിനെ ക്യാൻസൽ ചെയ്യാണ്. 3 × 6 18 വരും, 18 × 2 ആണ് എന്ത് വരിക? 36 വരിക. ഇതിലെ 2 ഡിവിഷനാണ്. ഇതിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് -1 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ അടുത്ത ഘട്ടത്തിൽ എങ്ങനെ എഴുതാം? 36y minus 217 equal to -2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, -12x പ്ലസ് 10. ഈ രണ്ട് ടേമിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 36y minus 217 പ്ലസ് 12x മൈനസ് 10 ഈക്വൽ ടു 0. അതായത് ആദ്യം എക്സിൻ്റെ ടേം എഴുതുക 12x, അടുത്ത് വൈൻ്റെ ടേം പ്ലസ് 36y. ഇവിടെ -217 ഉണ്ട്, ഇവിടെ -10 ഉണ്ട്, -227 ഈക്വൽ ടു 0, വിച്ച് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ. 6 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് വെയിറ്റേജ് കൂടിയ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ +2
ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിരുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിലൂടെ കയറി അത്തരം മോഡൽസുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടി ഈ പഠിക്കുന്നതിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയൊരു ചാപ്റ്ററുമായിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.